ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെള്ളരിക്കാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സാധാരണയായി രണ്ട് തരത്തിലുള്ള എരുക്കുണ്ട്. ഒന്ന് വെള്ളരിക്കും ഒന്ന് വയലറ്റ് പൂക്കളുള്ള എരുക്കുമാണ്. രണ്ടിനും ഔഷധ ഗുണമുണ്ട്. അപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വയലറ്റ് പൂക്കളുള്ള എരുക്ക്. ഇന്ന് ഞാൻ ചെയ്യുന്നത് വെള്ളരിക്കാണ്. ഇതിൽ പൂവായിട്ടില്ല, അതിൻ്റെ തൈയാണ്. ഇതിന് ധാരാളം ഔഷധ ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ നാട്ടിലൊക്കെ പരക്കെ കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണിത്. എരിക്കിൻ്റെ വേര്, വേരിന്മേലുള്ള തൊലി, കറ, ഇല, പൂവ് എന്നിവ പ്രധാനമായും ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഇത് ത്വക്ക് രോഗം, ഛർദി, രുചിയില്ലായ്മ, മൂലക്കുരു എന്നീ അസുഖങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്നുണ്ട്. പല അസുഖങ്ങൾക്ക് നിർമ്മിക്കുന്ന ആയുർവേദ ഔഷധങ്ങളിൽ എരിക്കിൻ്റെ ഔഷധയോഗ്യമായ ഭാഗം ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഏതെല്ലാം അസുഖങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. തലവേദനയ്ക്കും കൊടിഞ്ഞിക്കും എരിക്കിൻ്റെ പഴുത്ത ഇല അരച്ചിടുന്നത് വളരെ ഫലപ്രദമാണ്. അതേപോലെ വിയർപ്പിനെ ഉണ്ടാക്കുന്ന ഔഷധം എന്നും കൂടിയാണ് ഈ എരിക്കിനെ പറയുന്നത്. അത് പൊക്കിളിൻ്റെ താഴെയുള്ള അസുഖങ്ങൾക്കാണ് എരിക്ക് കൂടുതൽ ഫലപ്രദം. പിന്നെ ഞാൻ 2 ടിപ്സ് പറഞ്ഞു തരാം. വെള്ളരിക്കിൻ്റെ പൂവ് തണലിൽ ഉണക്കിപ്പൊടിച്ച് 2 നുള്ള് ഇന്ദുപ്പും കുരുമുളകും ചേർത്ത് കഴിച്ചാൽ ആസ്മയ്ക്കും കഫക്കെട്ടിനും ഒരു സിദ്ധ ഔഷധമാണ് നമ്മുടെ ഈ വെള്ളരിക്ക്. പിന്നെ ഇത് കഴിക്കുമ്പോൾ ചിലർ ചുക്ക് ചേർത്ത് കഴിക്കുന്നത് പതിവുണ്ട്. ചുക്ക് ചേർത്ത് കഴിച്ചാൽ വളരെ ഗുണമാണ്. അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ സങ്കോച വികാസത്തിനൊക്കെ അത് സഹായിക്കും. അടുത്ത് ഞാൻ പറയുന്നത് നമ്മുടെ കൃമിശല്യത്തിന് വെള്ളരിക്കിൻ്റെ പൂവ് ശർക്കര ചേർത്ത് തിളപ്പിച്ച് കഴിക്കുന്നത് വളരെ ഗുണപ്രദമാണ്. നമ്മുടെ ഈ കൃമിശല്യം മാറിക്കിട്ടും. പിന്നെ എരിക്കിൻ്റെ കറ നമ്മുടെ ഈ അരുമ്പാറയ്ക്കും നല്ലതാണ്. അതിട്ട് കഴിഞ്ഞാൽ 2-3 ദിവസം നമ്മളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.